ഇപ്പോൾ 25ഓളം പേറ്റൻറ്റുകൾ തന്നെയുണ്ട്. അത് എന്തെല്ലാം ഐറ്റംസാണ് ഈ പേറ്റൻറ്റുകളൊക്കെ എടുത്തത്? എന്നെ എപ്പോഴും ലോകം മുഴുവൻ ചുറ്റിയിട്ട് പലതും നോക്കാൻ വേണ്ടി അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മോളുടെ കൂടെ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ മെക്സിക്കോയിൽ വന്ന് സക്സസ്ഫുള്ളായ ഒരു ബിസിനസ്മാൻ. ഹായ് ഫ്രണ്ട്സ്, എന്നും വ്യത്യസ്തമായ വ്യക്തികളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാറുണ്ട്. ഇന്ന് ഞാൻ കൊണ്ടുവരുന്നത് മെക്സിക്കോയിൽ വന്ന് ബിസിനസ്സിലൂടെ വളരെ വിജയം കൈവരിച്ച നമ്മുടെ വിനോദേട്ടനാണ്. അങ്ങനെ മെക്സിക്കോയിൽ വന്ന് സക്സസ്ഫുള്ളായ ഒരു ബിസിനസ്മാൻ. ഒന്നേന്ന് തുടങ്ങിയല്ലേ? എനിക്ക് ചെറുതായിട്ട് തുടങ്ങി. ഇപ്പം 25ഓളം പേറ്റൻറ്റുകൾ തന്നെയുണ്ട്. അത് എന്തെല്ലാം ഐറ്റംസാണ് ഈ പേറ്റൻറ്റുകളൊക്കെ എടുത്തത്? അധികം ബാത്റൂം ഐറ്റംസാണ്. പിന്നെ കുറച്ച് ഇല്ലേ ഇൻഡക്ഷൻ സ്റ്റൗ അങ്ങനെയൊക്കെ പാറ്റൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മെജോറിറ്റി എൻ്റെ ഐറ്റംസ് മുഴുവൻ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ഷവേഴ്സ്, ടാപ്സ്, മറ്റേതും മറിച്ചതൊക്കെയാണ്. അതെല്ലാം പാറ്റൻറ്റഡാണ്. ഈ ബിസിനസ്സിലേക്ക് വന്ന വഴികളെക്കുറിച്ചൊന്ന് പറഞ്ഞേ. എങ്ങനെയാണ് ഇവിടെ വന്നത്? എങ്ങനെയാണ് ആരംഭം കുറിച്ചത്? ഏകദേശം 37 കൊല്ലം മുമ്പ് മാറ്റൽ ടോയ്സ് എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ കമ്പനി, അവർ ബാർബി ഡോൾസൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അവർ ഇന്ത്യയിൽ ഇൻ്റർവ്യൂ ചെയ്തിട്ട് നമ്മളൊക്കെ NDTF പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ ടൂൾ ആൻഡ് ഡൈ മേക്കിങ്ങിൽ എക്സ്പേർട്സാണ് നമ്മൾ. അപ്പോൾ നമ്മളൊരു 5 പേരെ സെലക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നു. ഇവിടെ സാന്താ കത്തരീന സ്ഥലത്തായിരുന്നു അവരുടെ കമ്പനി. ആ കമ്പനിയിൽ ജോലി ചെയ്തു 5 കൊല്ലം. ആ സമയത്താണ് എനിക്കൊരു മോളൊക്കെ ഉണ്ടായത്. എന്നെ എപ്പോഴും ലോകം മുഴുവൻ ചുറ്റിയിട്ട് പലതും നോക്കാൻ വേണ്ടി അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മോളുടെ കൂടെ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നു. എന്താ വെച്ചാൽ ഞാൻ ചോദിച്ചു അവരോട്, ഞാൻ ഇവിടെ തന്നെ പണിയെടുത്താൽ പോരെ? അല്ല, അവർ പറഞ്ഞു നിൻ്റെ ഇതനുസരിച്ച് നോക്കുമ്പോൾ, കഴിവനുസരിച്ച് നോക്കുമ്പോൾ ലോകത്തുള്ള ഫുള്ള് കമ്പനീസും നീ പോയി ചെക്ക് ചെയ്യണം മാറ്റൽ ടോയ്സിൻ്റെ. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് എനിക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നു. ഭാര്യ പറഞ്ഞതിനോട് റിസൈൻ ചെയ്യേണ്ട, ആകെക്കൂടി പ്രശ്നം. ഇവിടെ നിന്നാണോ എല്ലാ രാജ്യത്തേക്കും പോയിക്കൊണ്ടിരുന്നത്? ഈ മെക്സിക്കോ എന്നാണ് എല്ലാ രാജ്യവും. പക്ഷേ എല്ലാം ഫസ്റ്റ് ക്ലാസ്സിൽ ടിക്കറ്റും തരും, നല്ല ഹോട്ടലിലാണ് താമസിപ്പിക്കൽ, എല്ലാം ചെയ്തിരുന്നവർ മാറ്റൽ ടോയ്സ്. പക്ഷേങ്കിൽ മോള് ജനിച്ച് മോളിൽ കൂടെ ഇരിക്കണം എന്നൊരു ആഗ്രഹം കൊണ്ട് ഭാര്യ പറഞ്ഞ് കേൾക്കാണ്ട് ഞാൻ റിസൈൻ ചെയ്തു. ഏകദേശം 5 കൊല്ലത്തോളം കഷ്ടപ്പാടായിരുന്നു. ചെറിയൊരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. സാന്താ കത്തരീന എന്ന് പറഞ്ഞാൽ തന്നെ ചെറിയൊരു വില്ലേജ് ടൈപ്പായിരുന്നു ആ സമയത്ത്. അവിടുന്ന് കഷ്ടപ്പാട് കൊണ്ട് മെനക്കെട്ട് പണിയെടുത്ത്, അതുമാത്രമല്ല എനിക്ക് ചെറുപ്പം മുതൽക്കേ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് 3 പെങ്ങന്മാരാണ്. അവരെ മുഴുവൻ നന്നാക്കണം. അച്ഛൻ റെയിൽവേയിൽ റിട്ടയർഡായിരുന്നു. അങ്ങനെ പല ടെൻഷനും കൊണ്ട് ഞാൻ മാക്സിമം പണിയെടുത്തിട്ട് 5 കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ കഴിഞ്ഞു. കാർ ഷെഡ് എന്നുള്ളത് വേറൊരു സ്ഥലത്തേക്ക് ഷെഡ് റെൻറ്റിന് എടുത്തിട്ട് പോയി. കാർ ഷെഡിലാണ് ആരംഭം? കാർ ഷെഡിൽ നിന്ന് ആരംഭിച്ചത്. വേറെ നിവൃത്തിയില്ല. അന്ന് എന്തൊക്കെയായിരുന്നു ഈ കാർ ഷെഡിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്? കാർ ഷെഡിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് അത് പാറ്റൻ്റ് ഐറ്റംസ് ഒന്നുമല്ല. പലർക്കും വേണ്ടിയിട്ട് ഓരോ മോൾഡ് ഉണ്ടാക്കലും, പിന്നെ വേറൊക്കെ സർവീസ് ചെയ്ത് കൊടുക്കലും, പിന്നെ ലേത്തിലും ടേണിങ്ങിലൊക്കെ എടുത്ത് ടേൺ ചെയ്യലും, ഇതൊക്കെ സിമ്പിൾ ജോബ്സ് ചെയ്തിട്ടുള്ളൂ. ആ സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയ വരും, വലുതാവുന്നൊന്നും തോന്നിയിട്ടുമില്ല. പക്ഷേങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ഒരു ലെവലെത്തി. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ വേറൊരു ഷെഡ് വാടക എടുത്തു. വലിയ ഷെഡാണ്. അപ്പോൾ മാറ്റൽ ടോയ്സ് എനിക്ക് പൈസ ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ റിസൈൻ ചെയ്തുകൊണ്ട് അവർക്ക് റിസൈൻ ചെയ്യേണ്ടത് പറഞ്ഞതാണ്. അതുകൊണ്ട് റിട്ടയർമെൻറ്റ് തന്നിട്ടുമില്ല. അപ്പോൾ ഞാൻ കമ്പനി തുടങ്ങി പറഞ്ഞൊരു ഷെഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമ്മൾ മിഷൻസ് കൊണ്ടുപോയിക്കോ, എനിക്കൊന്നും നമ്മൾ തന്നിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പൈസയില്ല, പൈസയൊന്നും വേണ്ട, നീ പണിയെടുത്തിട്ട് നമുക്ക് വേണ്ടി പണിയെടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ എടുത്തോളാം പൈസ. അങ്ങനെ അവരാണ് എന്നെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചത് ഇഞ്ചക്ഷൻ മോൾഡിങ്ങിലെ കൂടി. അത് ഭയങ്കര ഹെൽപ്പാണ് മാറ്റൽ ടോയ്സ് എനിക്ക് വേണ്ടി ചെയ്തത്. എന്നിട്ട് അവിടെ നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഓരോ ഐഡിയ വന്നത്, ഓരോ സംഗതി പാറ്റൻറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ പാറ്റൻറ്റ് ചെയ്ത് ആ മോൾഡ് ഉണ്ടാക്കലും അതിൻ്റെ പ്രോഡക്റ്റ് ഉണ്ടാക്കി
ബുക്കിലായിരുന്നു തുടങ്ങി. ആദ്യം തുടങ്ങിയത് US-ലേക്കായിരുന്നു. പക്ഷേങ്കിൽ അവിടെ പലതിനും നല്ല സ്ട്രിക്ട്നെസ് ഉണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ റിജക്ഷൻ ആയിക്കഴിഞ്ഞാൽ $1 million ഒക്കെ ഫൈൻ വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇനി US-ലേക്ക് അയക്കില്ല, ഫുള്ള് മെക്സിക്കോയിൽ മാത്രമായി. പിന്നെ ഫുൾ സൗത്ത് അമേരിക്ക മുഴുവൻ ഞാൻ യാത്ര ചെയ്ത് വിൽക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരു സ്ഥലത്ത് 50,000 മീറ്റർ സ്ക്വയറിൻ്റെ സ്ഥലം വാങ്ങി അവിടെ ബിൽഡിംഗ് കെട്ടി, ഒരു 8,000 മീറ്റർ സ്ക്വയറിൻ്റെ. എന്നിട്ട് 50,000 സ്ക്വയർ ഫീറ്റ് അല്ല കേട്ടോ ഇവിടെ പറയണം, മീറ്റർ സ്ക്വയർ ഫീറ്റ് എന്ന് പറയണേ. മീറ്റർ സ്ക്വയർ. കാരണം സാധാരണ എല്ലായിടത്തും സ്ക്വയർ ഫീറ്റ് എന്നല്ല പറയണം. അപ്പോൾ ഞാനതൊന്നും തിരിച്ചത് മീറ്റർ സ്ക്വയർ. അവിടെ ഫീറ്റാണ്, ഇവിടെ മീറ്റർ സ്ക്വയർ. മീറ്റർ സ്ക്വയർ. അവിടുന്ന് ഫുള്ള് റേസ് ആയിരുന്നു. ഓരോ മാസത്തെ സെയിൽസ് പറഞ്ഞാൽ 3-4 മില്യൺ, 5 മില്യൺ, 6 മില്യൺ ഒക്കെ. എത്രമാത്രം സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്? 350 ആൾക്കാർ വരെ ഉണ്ടായിരുന്നു, സ്റ്റാഫുകളുണ്ടായിരുന്നു. എനിക്കത് എങ്ങനെയെങ്കിലും 1000 ആൾക്കാർക്ക് പണിയെടുക്കണം എന്നുള്ള ആഗ്രഹമാണ് എൻ്റെ തലയിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. പക്ഷേങ്കിൽ കുറച്ച് പൈസയൊക്കെ കയ്യിൽ വന്നപ്പോൾ ഞാൻ കുറച്ച് ട്രാവലൊക്കെ നോക്കി. ആ സമയത്ത് കമ്പനിയിലുള്ള ആൾക്കാർ കക്കാൻ തുടങ്ങി. സാരമില്ല, എല്ലാവർക്കും സംഭവിക്കുന്ന പോലെ കുറേ താണു. എന്നാലും ആ പ്രോഡക്റ്റൊക്കെ ഇപ്പോഴും ഉണ്ട്. അത് വെച്ചിട്ട് ഇനിയും നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാം ഭംഗിയായിട്ട് തന്നെ പോകണു. ഇതുവരെ എല്ലാം ഭംഗിയായിട്ട് തന്നെ പോകുന്നു. ഇപ്പം കമ്പനി നോക്കുന്നത് എൻ്റെ മോനാണ്. എത്ര മക്കളാണ്? കുടുംബത്തെക്കുറിച്ചെന്ന് പറഞ്ഞു. എൻ്റെ മൂത്ത മോള് 35 വയസ്സായി, മോന് 30 വയസ്സ്. ഇതെൻ്റെ വൈഫ്, പേര് മാർത്ത എന്നാണ്. അവൾ ആ പേര് മാറ്റിയിട്ട് മാവി എന്നാക്കി, പിന്നെ മാബിക്ക എന്നാക്കി. അതിൻ്റെ അർത്ഥം എനിക്ക് തോന്നുന്നത് മാർത്ത വിനോദ് കണ്ണൻ, മാവിക്ക. പിന്നെ ഇവിടെ നിങ്ങൾ വീട്ടിൽ വന്നപ്പോൾ കണ്ടിട്ടുണ്ടാവും എല്ലാ ദൈവങ്ങളുടെയും ഇതൊക്കെ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ട്. ഇവള് കത്തോലിക്കാണ്, പക്ഷേങ്കിൽ ഇടക്കിടക്ക് ഇന്ത്യയിൽ പോവും. അവിടുത്തെ എല്ലാ ദൈവങ്ങളെയും ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാ ദൈവങ്ങളെയും പൂജിക്കും. അപ്പോൾ അവൾ മാവികയാണ്. എന്നോട് പറഞ്ഞത് വെച്ചാൽ ആസ്ട്രോളജി പറഞ്ഞത് കഴിഞ്ഞ 3 ജന്മത്തിൽ ഇവളെൻ്റെ ഭാര്യയായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഇനി 3 കൊല്ലം കൂടി ഞാൻ സഹിക്കേണ്ടി വരുന്ന. എന്ത് ചെയ്യാനാ, നമ്മളെ കയ്യിലൊന്നുമില്ലല്ലോ. അല്ല, വിനോദേൻ്റെ ഒരു ഭാഗ്യം ഇതൊക്കെ തന്നെ ആയിരിക്കാം. പിന്നെ വിനോദനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ CIA മൂവി ഇവിടെ ഷൂട്ട് ചെയ്യാനുള്ള ഒരു കാരണവും വിനോദ് ചേട്ടൻ തന്നെയാണ്. അപ്പോൾ അതിലേക്കുള്ള ഒരു പ്രേരണ എന്തായിരുന്നു? എന്നോട് പറഞ്ഞു ഇവിടെ ഷൂട്ട് ചെയ്യട്ടെ, നിങ്ങൾക്ക് അതിൻ്റെ പെർമിഷനൊക്കെ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു പ്രശ്നവുമില്ല, എന്ത് പെർമിഷനോ എവിടെ വേണമെങ്കിലും ഈ ഫുള്ള് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂവ ലിയോൺ എന്ന് പറയും, ഇത് മോൺട്രിയലിൻ്റെ ക്യാപിറ്റലാണ്. എവിടെ വേണമെങ്കിലും പെർമിഷൻ തരാം. എന്തുകൊണ്ടാണെങ്കിൽ പറയാൻ പറ്റിയെന്ന് വെച്ചാൽ ആ സമയത്ത് ഉള്ള ഗവർണർ, ഈ സ്റ്റേറ്റിൻ്റെ ഗവർണർ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു. അതുമാത്രമല്ല, ആ സമയത്ത് എല്ലാവർക്കും എന്നെ കണ്ടാൽ മനസ്സിലാവും. എന്താ വെച്ചാൽ ഇടക്കിടക്ക് അയാളുടെ കൂടെ ഉണ്ടാവും ഞാൻ. അതുകൊണ്ട് ഒരു പ്രശ്നമില്ലാണ്ട് എല്ലാം ചെയ്തു. പിന്നെ അവർ ഷൂട്ട് ചെയ്യേണ്ട സമയത്ത് കുറച്ച് തോക്ക് വേണം, വലിയ മെഷീൻ ഗണ്ണ് വേണം, അതിൻ്റെ ടോയ് പോലെ കിട്ടിയാൽ മതി. ഡ്രസ്സ് ഇത് എവിടെയും കിട്ടുമോ നമുക്ക്, അതുപോലത്തെ ഡ്യൂപ്ലിക്കേറ്റ് ഡ്രസ്സസ് അതൊക്കെ ഇട്ടിട്ട് കുറച്ച് എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, നമുക്ക് ഇവിടുത്തെ മിലിറ്ററിനെയോ ഇവിടുത്തെ പോലീസുകാരെ എന്ത് വേണമെങ്കിലും നമ്മൾ ഒറിജിനൽ തന്നെ ആക്കിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ CIA ഫിലിമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒറിജിനലായിട്ട് അതിലുണ്ട് എല്ലാം. ഒറിജിനൽ പോലീസുകാർ തന്നെയാണ് അതിനകത്തുള്ളത്, ഒറിജിനൽ പോലീസുകാരാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി ആ സമയത്ത്. എന്താ വെച്ചാൽ ഒരു ഭാഗ്യം, എല്ലാം ഒരു ഭാഗ്യമാണ്. ആ സമയത്ത് വലിയൊരു ഭാഗ്യമായിരുന്നു. ഗവർണർ ഭയങ്കര ക്ലോസ് അതുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പും എനിക്ക് ചെയ്യാൻ പറ്റി. മലയാളം കുറച്ച് മനസ്സിലാവോ? കുറച്ച്. നാട്ടിൽ പോവാറുണ്ടോ? ഇന്ത്യയിൽ പോകാറുണ്ടോ? അവള് ഒറ്റക്ക് തന്നെ ഒരു പ്രാവശ്യം കാശി പോയി. 21 ദിവസം കഴിഞ്ഞിട്ടേ വന്നിട്ടുള്ളൂ. ഒറ്റക്ക്. എന്നെ കൂട്ടിയിരുന്നില്ല. പോന്നാ കാശി പോന്നാഞ്ഞിട്ട് പോയി. ശരി. എന്താ ചെയ്യുക? അപ്പോൾ 21 ദിവസം എങ്ങനെ ചിലവഴിച്ചു അവിടെ? 21 days estaba en la India. ¿Cómo pasaste? Very good. Very good. She likes India. Oh. Okay.
അതുകൊണ്ട് മാത്രമാണ്. അത് മാത്രമല്ല, ഞാൻ സാറിന് പോകുമ്പോൾ ബാംഗ്ലൂരേ പോകുള്ളൂ. ബാംഗ്ലൂരിൽ നിന്ന് കാറെടുത്തിട്ട്, എൻ്റെ കാർ അവിടെ ഉണ്ടാവും, ബാംഗ്ലൂർ നമ്മളൊരു വീടുണ്ട്, അവിടെ നിന്ന് ഇവിടെ ഡ്രൈവ് ചെയ്തിട്ടാണ് എൻ്റെ കേരളത്തിലുള്ള ഓരോ ഫാമിലീസിൻ്റെ വീട്ടും പോവുക. ആണോ? എനിക്ക് അറിയില്ല എങ്ങനെ എത്തേണ്ടത്. ഇവിടെ കൊണ്ടുപോകും, എല്ലാ ഫാമിലീസിൻ്റെ വീട്ടിലും കൊണ്ടുപോകും. എന്നിട്ട് അവിടെ മാക്സിമം ഒരാഴ്ചയൊക്കെ കേരളത്തിൽ നിൽക്കുള്ളൂ. പിന്നെയും ബാംഗ്ലൂർ വരും, എല്ലാം ഇവിടാണ്. പിന്നെ മാത്രമല്ല, ഇന്ത്യയിൽ പല സ്ഥലത്തും ഡ്രൈവ് ചെയ്യും. ഇപ്പം റീസെൻ്റായിട്ട് നമ്മൾ ഓസ്ട്രേലിയയിൽ പോയപ്പോൾ അവിടെയും ഡ്രൈവ് ചെയ്ത ഇവിടാണ്. ശരി. ഇപ്പം ഞങ്ങൾ പിക്ക് ചെയ്യാൻ വന്നതും ഇവിടെ തന്നെ. അതുകൊണ്ട് എനിക്ക് ഒരു ഡ്രൈവറുണ്ട്. അപ്പോൾ വളരെ സന്തോഷം വിനോദേട്ടാ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് ഒന്ന് രണ്ട് സ്ഥലത്തെങ്കിലും ഞങ്ങളൊന്ന് കൊണ്ടുപോയി കറക്കണം. എല്ലാ സ്ഥലവും. പിന്നെ ഈ മെക്സിക്കോയിലെ വിനോദൻ്റെ വീട് ജസ്റ്റ് നമുക്കൊന്ന്, നിങ്ങൾ ഫ്രീ ആണ്, എവിടെ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം. ഇത് നിങ്ങളുടെ വീടാണ്, എപ്പോൾ വേണമെങ്കിൽ വരാം. വിനോദേട്ടാ, ഇതാണ് അപ്പോൾ വിനോദേൻ്റെ വീട് മെക്സിക്കോയിലെ. ഇത് ഏകദേശം എത്ര, 4000 സ്ക്വയർ ഫീറ്റ് അല്ലേ? മെക്സിക്കോയിലെ ഒരു വീടിൻ്റെ മോഡലാണ് ഈ കാണുന്നത്. മുമ്പിൽ 3 വണ്ടി കിടക്കണു. ഫ്രണ്ട് കംപ്ലീറ്റ് ഗ്രില്ല് വെച്ച് ബ്ലോക്ക് ചെയ്തേക്കാണ് അല്ലേ? ഇതിപ്പോൾ തുറക്കാം, രണ്ട് സൈഡും തുറക്കാം അല്ലേ? ഇവിടെ പിന്നെ എല്ലായിടത്തും ഇതുപോലെയുള്ള വണ്ടികളാണ് കൂടുതലെന്ന് പറഞ്ഞല്ലേ? ഈ ട്രക്ക് ടൈപ്പ്. പുറത്ത് നല്ല ഭംഗിയായിട്ട് ചെടികളൊക്കെ നട്ട് ഇവിടെ ഒരു മരം ഇങ്ങനെ നിൽക്കുന്നു. മുരിങ്ങ മരം. അത് മുരിങ്ങയാണോ? അത് മുരിങ്ങ. ഓ ശരി. മുരിങ്ങ ഉണങ്ങി കിടപ്പുണ്ടല്ലോ പറിക്കാണ്ട്. അത് തണുപ്പായതുകൊണ്ട് ഉണങ്ങിയതാ. ഇനിയിപ്പോൾ ഇത് മാർച്ച് തൊട്ട് ശരിയായി വരും. മനോഹരമായൊരു ഡോറ്. വരും. ഒരു ഹാളല്ലേ? ഭക്ഷണം റെഡിയാണ്, ഇപ്പോൾ കഴിക്കാനും കഴിക്കാം. പിന്നെ ഇത് അടുക്കള, കിച്ചൺ. ഇവിടെ താഴെ വേറെ റൂമുകളുണ്ടോ? അതോ താഴെ ഒരു റൂമേ ഉള്ളൂ. ഈ സൈഡിൽ ഒരു റൂം വിത്ത് ബാത്റൂം. ഇതൊരു ബാത്റൂം, വിസിറ്റേഴ്സ് ബാത്റൂം. പിന്നെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഇവിടെ. ഓക്കെ. അതെ, ഇതിലാണ് പോകണം അങ്ങടേക്ക്. സ്വിമ്മിംഗ് പൂൾ പുറത്തെ കൂടി കിടക്കുക, ഉള്ളിൽ ഈ റൂമിൽ നിന്നും പോവാം. ഓക്കെ, നമുക്ക് അതിന് മുകളിൽ കൂടെ താഴേക്ക് ഇറങ്ങാൻ തോന്നുന്നു. മുകളിലെ കൂടി ഇറങ്ങി വരാം. ഓക്കെ, നമുക്ക് മുകളിൽ കൂടെ കാണാം. പിന്നെ ബാക്കിൽ അത്യാവശ്യം ഒരു പാർട്ടിയൊക്കെ നടത്താനുള്ള സ്പേസ് അല്ലേ? അതാണ്. ഇവിടെ നിന്ന് ലൈറ്റ് ഇട്ടിട്ടേ വെറുതെ കളിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ 2 ബെഡ്റൂം അല്ലേ? 2 ബെഡ്റൂം. ഈ ഭാഗത്ത് 2 ബെഡ്റൂം. ഇത് 2 വലിയ ബെഡ്റൂമാണ്. ഓക്കെ. ഇവിടെ 2 ബെഡ്റൂം. ഇവിടെ 2 ബെഡ്റൂം. ഇവിടെ 2 ബെഡ്റൂം. അത് രണ്ടും വലുതാ, ഇത് കുറച്ച് ചെറുതാ. എന്തായാലും ബെഡ്റൂമൊന്നും തുറക്കണ്ട. ഇവിടെ ഒരു ബെഡ്റൂം, അവിടെ വേറൊരു ബെഡ്റൂം. ഓൾ ബാത്ത് അറ്റാച്ച്. ഇവിടെ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇതിലെ പാസ് ചെയ്യാം. സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് പോകാം, താഴെ നിന്ന് പോകുന്നു. ഓ, ഇവിടെ ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂള്. താഴെ നിന്ന് വേണമെങ്കിൽ ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ താഴെ നിന്ന് വരാം. അവിടെ സൈഡിൽ ഒരു ഡോറുണ്ട്. പുറത്തുനിന്നും കയറി വരാം. ഇവിടെ നല്ല വ്യൂ ആണ്, നല്ല ജനലുകളൊക്കെ വെച്ച്. ഇവിടുന്ന് മുകളിലേക്ക് പോയാൽ ടെറസ്. ഇത് പാർട്ടിയൊക്കെ നടക്കുന്ന സ്ഥലമാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 100-150 ഇന്ത്യക്കാരൊക്കെ വരും. അപ്പോൾ അതൊക്കെ വേണ്ടി ഉണ്ടാക്കി എല്ലാവരും കൂടിയിട്ട്. ഇപ്പോൾ ഇതില്ലേ, കോവിഡ് വന്നതിന് ശേഷം അത്ര വലിയ പാർട്ടിയൊന്നുമില്ല. എന്നാലും എൻ്റെ മോൻ ഇപ്പോഴും പാർട്ടി നടത്തുന്നുണ്ട് ഇവിടെ. എല്ലാ സാറ്റർഡേ നൈറ്റും ഇവിടെ പാർട്ടി ഉണ്ടാവും. നല്ല അടിപൊളി വ്യൂ ആണ്.